വാൻ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾ ഒറ്റയ്ക്കല്ല, പല ആളുകൾക്കും ഇത് ഒരു പ്രശ്നമാണ്, പ്രത്യേകിച്ചും സെൽഫികൾ അപ്ലോഡ് ചെയ്യുമ്പോൾ. എന്നാൽ വീട്ടിലിരുന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നിങ്ങളുടെ ലയം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാലോ? ഈ വീഡിയോയിൽ ഡിജിറ്റൽ ലയം പ്രോസസ് പൂർണ്ണമായി ഓരോ ഘട്ടവും ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. നിങ്ങളുടെ ഡോക്യുമെന്റുകൾ തയ്യാറാക്കുന്നത് മുതൽ കൃത്യമായ ആ വെരിഫിക്കേഷൻ സെൽഫി എടുക്കുന്നതുവരെ എല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഗൈഡ് കഴിയുമ്പോൾ സാധാരണയായി വരുത്തുന്ന തെറ്റുകൾ എങ്ങനെ ഒഴിവാക്കാം, വേഗത്തിലും വിജയകരമായും എങ്ങനെ വെരിഫൈ ചെയ്യാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിനാൽ ഈ ലളിതമായ ഘട്ടങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ അക്കൗണ്ടിന്റെ പൂർണ്ണമായ ഉപയോഗത്തിന് താക്കോലാണ്. നമുക്ക് വെരിഫൈ ചെയ്യാം. നിങ്ങളുടെ ലാൻ വെരിഫിക്കേഷൻ പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ എളുപ്പമാണ് ഇത്. ഇതിന് കുറച്ച് ലളിതമായ ഘട്ടങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. ആദ്യം ഔദ്യോഗിക വെബ്സൈറ്റിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യുക. നിങ്ങൾ ആദ്യം കാണുന്നത് ലാം വെരിഫിക്കേഷൻ പേജ് ആയിരിക്കും. ഈ പേജിനെ പ്രധാനമായി 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു: ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, ഫേസ് വെരിഫിക്കേഷൻ എന്നിങ്ങനെയാണത്. ഈ 2 ഭാഗങ്ങളും പൂർത്തിയാക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ്. നിങ്ങളുടെ ഐഡിയുടെയും സെൽഫിയുടെയും നിർദ്ദേശങ്ങൾ നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് തുടരുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നതാണ്. അത്രമാത്രം. ഈ 2 ഘട്ടങ്ങൾ മാത്രം മതി നിങ്ങളുടെ ലയം പ്രോസസ് വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൂർണ്ണമായ ആക്സസ് നേടാനും. ഒരു സങ്കീർണതയും ഇല്ല, ടെൻഷനും വേണ്ട. നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം: ഡോക്യുമെന്റ് അപ്ലോഡ്. ഡോക്യുമെന്റ് അപ്ലോഡിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വാൻ വെരിഫിക്കേഷൻ പേജിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ രാജ്യം തിരഞ്ഞെടുക്കുക എന്നതാണ്. അത് ചെയ്തുകഴിഞ്ഞാൽ സ്വീകാര്യമായ ഡോക്യുമെന്റുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് കാണാം. ഇത് നിങ്ങളുടെ ദേശീയ തിരിച്ചറിയൽ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ് ആകാം. നിങ്ങളുടെ കയ്യിലുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം: ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യുക. നിങ്ങൾ ഒരു ഐഡി കാർഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ മുൻഭാഗവും പിൻഭാഗവും സ്കാൻ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ ചിത്രങ്ങൾ വളരെ വ്യക്തവും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്നതുമാണെന്ന് ഉറപ്പുവരുത്തുക. നല്ല വെളിച്ചം നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്താണ് ഇവിടെ. തിളക്കവും നിഴലുകളും ഒഴിവാക്കുക. ഓൺ സ്ക്രീൻ നിർദ്ദേശങ്ങളിൽ കാണിച്ചിരിക്കുന്നതുപോലെ നിങ്ങളുടെ ഡോക്യുമെന്റ് ക്യാമറ വ്യൂവിൽ കൃത്യമായി ഫ്രെയിം ചെയ്യുക. വ്യക്തവും മൂർച്ചയേറിയതുമായ ഒരു ചിത്രം ലഭിക്കാൻ സമയം എടുക്കുക. ചിത്രം മങ്ങിയതാണെങ്കിൽ റീസ്കാൻ ഓപ്ഷൻ ഉപയോഗിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ ഡോക്യുമെന്റ് ഫോട്ടോകൾ വ്യക്തവും വായിക്കാൻ കഴിയുന്നതുമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പായാൽ അപ്ലോഡ് സ്ഥിരീകരിക്കുക. ശരി, ഡോക്യുമെന്റ് ഫോട്ടോകൾ അപ്ലോഡ് ചെയ്തു. മികച്ച ജോലി. അടുത്ത ഘട്ടം ഫേസ് വെരിഫിക്കേഷൻ ആണ്. ഇതും വളരെ ലളിതമാണ്. നിങ്ങളുടെ ഡോക്യുമെന്റുകൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരു സെൽഫി എടുക്കാൻ സിസ്റ്റം നിങ്ങളോട് ആവശ്യപ്പെടും. ആദ്യ ശ്രമത്തിൽ തന്നെ അത് ശരിയാക്കാൻ സഹായിക്കുന്ന ചില നുറുങ്ങുകൾ ഇതാ. ഒന്നാമതായി, നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലം കണ്ടെത്തുക. ഒരു ജനലിനോ വിളക്കിനോ അഭിമുഖമായി നിൽക്കുക. അതുവഴി നിങ്ങളുടെ മുഖത്ത് ഒരുപോലെ വെളിച്ചം ലഭിക്കുകയും വിചിത്രമായ നിഴലുകൾ ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. രണ്ടാമതായി, നിങ്ങളുടെ മുഖം പൂർണ്ണമായി ദൃശ്യമാണെന്ന് ഉറപ്പാക്കുക. തൊപ്പികൾ, സൺഗ്ലാസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖത്തെ മറയ്ക്കാൻ സാധ്യതയുള്ള മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റുക. കൂടാതെ സിസ്റ്റം പലപ്പോഴും ഒരു പ്രത്യേക ഭാവം ആവശ്യപ്പെടാറുണ്ട്, അതിനാൽ പുഞ്ചിരിക്കാൻ തയ്യാറാവുക. ക്യാമറ ഓണാകും. നിങ്ങൾ സ്ക്രീനിൽ ഒരു ഫ്രെയിം കാണും. ആ ഫ്രെയിമിനുള്ളിൽ നിങ്ങളുടെ മുഖം കൃത്യമായി ഒതുക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. പോപ്പ് അപ്പ് ചെയ്യുന്ന തത്സമയ നിർദ്ദേശങ്ങളിൽ ശ്രദ്ധിക്കുക. അവ കൃത്യമായ സ്ഥാനത്ത് എത്താൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യുകയും സെൽഫി എടുക്കുകയും ചെയ്തു. അടുത്തതായി എന്ത് സംഭവിക്കും? ഇതാണ് ഏറ്റവും നല്ല ഭാഗം. എല്ലാം വ്യക്തവും പൊരുത്തപ്പെടുന്നതുമാണെങ്കിൽ നിങ്ങൾ വെരിഫൈഡ് ആയിരിക്കുന്നു എന്ന വാക്കുകളുള്ള ഒരു പുതിയ പേജ് ഓട്ടോമാറ്റിക്കായി ദൃശ്യമാകും. അത്ര വേഗത്തിലാണിത്. നിങ്ങൾ ഏതാനും നിമിഷങ്ങൾ മാത്രം കാത്തിരിക്കുക. തുടർന്ന് സിസ്റ്റം നിങ്ങളെ നിങ്ങളുടെ ബാക്ക് ഓഫീസ് ഡാഷ്ബോർഡിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ നിന്ന് നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങളുടെ ലിങ്കുകൾ, നിങ്ങളുടെ സർക്കിളുകൾ എല്ലാം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് പൂർണ്ണ ആക്സസ് ലഭിക്കും. ആ ഡാഷ്ബോർഡ് കാണുന്നത് നിങ്ങളുടെ വെരിഫിക്കേഷൻ വിജയകരമായിരുന്നു എന്നതിന്റെ ആത്യന്തികമായ സ്ഥിരീകരണമാണ്. ഇത് വെരിഫിക്കേഷനിൽ നിന്ന് പൂർണ്ണമായ അക്കൗണ്ട് ആക്സസിലേക്കുള്ള തടസ്സമില്ലാത്ത മാറ്റമാണ്. ഇനി ഭാവിയിലെ ലോഗിനിനായി
നിങ്ങളുടെ വെരിഫിക്കേഷൻ പൂർത്തിയായെന്ന് നിങ്ങൾക്ക് എങ്ങനെ പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയും? ഇത് വളരെ എളുപ്പമാണ്. അടുത്ത തവണ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ ലിം പേജിലേക്ക് പോകാതെ നിങ്ങൾ നേരിട്ട് ഡാഷ്ബോർഡിലേക്ക് എടുക്കുകയാണെങ്കിൽ അതാണ് നിങ്ങളുടെ ആദ്യത്തെ സൂചന. രണ്ടാമത്തെ സ്ഥിരീകരണത്തിനായി നിങ്ങളുടെ ഡാഷ്ബോർഡ് നോക്കുക. നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കൺ കാണാം. നിങ്ങളുടെ പേരിന് തൊട്ടുതാഴെയായി വെരിഫൈഡ് മെമ്പർ എന്ന് എഴുതിയ ഒരു ലേബൽ ഉണ്ടാകും. ആ ചെറിയ ലേബലാണ് നിങ്ങളുടെ തെളിവ്. ഒരു അന്തിമ നിർണായക നുറുങ്ങ്: നിങ്ങളുടെ സെൽഫിയിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുക. ഇത് ശരിയായി അപ്ലോഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധാരണയായി 2 ശ്രമങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങളുടെ സമയം എടുക്കുക, കൃത്യമായ വെളിച്ചം നേടുക, നിർദ്ദേശങ്ങൾ ശ്രദ്ധയോടെ പാലിക്കുക. നിങ്ങൾ അത് ശരിയാക്കിയാൽ നിമിഷങ്ങൾക്കകം വെരിഫൈഡ് ആകും. കണ്ടതിന് നന്ദി. ഈ ഗൈഡ് ലയം പ്രക്രിയ തടസ്സമില്ലാതെ പൂർത്തിയാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ സഹായകമായ നുറുങ്ങുകൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.